ഇപ്പോഴത്തെ എൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 4 സീരിയലുകളാണ് ചെയ്യുന്നത്. 4 ചാനലുകളിലാണ്. ഏഷ്യാനെറ്റില് സാന്ത്വനം, സാന്ത്വനം 2, പിന്നെ സി കേരളത്തില് സ്നേഹപൂർവം ശ്യാമ, പിന്നെ സൂര്യയില് ചട്ടമ്പി പാറു, പിന്നെ മഴവിൽ മനോരമയില് ഒറ്റ ശിഖരം. ഇങ്ങനെ 4 സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്ലേഷൻ വർക്കും ചെയ്യുന്നുണ്ട്. സീരിയലുകളിലെ സ്റ്റോറി ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസ്കവറി ചാനലിന് വേണ്ടിയിട്ട് ഡബ് ചെയ്ത് അവരുടെ വീഡിയോസ് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുതിയ വിശേഷം എന്ന് പറയുന്നത്, ഒരുപാട് നാളുകളായിട്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുക എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്കൂൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അതും തുടങ്ങി. ഈ കഴിഞ്ഞ വിദ്യാരംഭത്തിന് അതും തുടങ്ങി. കുട്ടികള് കുറച്ചുപേരുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, പിന്നെ സെമി ക്ലാസിക്കൽ ഡാൻസ്, ഇത്രയും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് എൻ്റെ മേൽനോട്ടത്തില് ഡാൻസും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ദശദളം എന്ന് പറയുന്ന മ്യൂസിക് കോളേജിൽ നിന്ന് പാസ് ഔട്ടായ കുറച്ച് കുട്ടികൾ, 10 കുട്ടികൾ ചേർന്ന് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. ഒരു ബാൻഡ്, മ്യൂസിക് ബാൻഡ് എന്ന് പറയാം. അവരുടെ ഡാൻസിന്റെ ഒരു വിങ്ങിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇത്രയാണ് പുതിയ വിശേഷങ്ങൾ. പിന്നെ പറയാൻ, ഇപ്പൊ മോള് MBBSന് ജോയിൻ ചെയ്തു. എബ്രോഡാണ്. അവള് പോവാനുള്ള ഒരുക്കത്തിലാണ്. പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു ലൈഫിന്റെ ഒരു ലെവൽ ഇംപ്രൂവ് ചെയ്ത് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഒരു വലിയൊരു ചേഞ്ച് അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ചില ദുഃഖകരമായ സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് എന്നല്ലാതെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു കരകയറി ഓരോ തവണയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നാട്ടുകാരുടെയും പ്രേക്ഷകരുടെ ഒക്കെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അവര് ഓരോ സീരിയൽ കണ്ടിട്ടും അതിന്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എന്നും എനിക്ക് പോസിറ്റീവ് കമന്റ്സ് മാത്രമേ എനിക്ക് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഭാഗ്യവശാൽ കിട്ടാറുള്ളൂ. അത് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. ഓരോ സീരിയലും കാണുമ്പോ ഇപ്പൊ എല്ലാരും പല ചാനൽസ് മാറി മാറി കാണുന്നതാണല്ലോ. അപ്പൊ എല്ലാ സീരിയലും മിക്കവരും കാണുന്നുണ്ട്. അപ്പോ അവരൊക്കെ കാണുമ്പോ ഓരോ സീരിയലിനെ കുറിച്ചും അഭിപ്രായം പറയാറുണ്ട്. അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടാറുള്ളത്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. കല എന്ന് പറയുന്നത്, അത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവികമായിട്ടുള്ള ഒരു കാര്യം ആണെന്നാണ്. നമുക്ക് ഒരാളെ ഇപ്പൊ എത്ര പഠിപ്പിച്ചാലും പറഞ്ഞു കൊടുത്താലും ചിലപ്പോ പലർക്കും ആ ഒരു സിദ്ധി കിട്ടിയെന്ന് വരില്ല. ചിലർക്ക് ഒരുപാട് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ പോലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ചെറുപ്പത്തിലെ വലിയ സാമ്പത്തിക ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പല കാര്യങ്ങളും ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ച് എനിക്ക് പറ്റാതെ വന്നിട്ടുണ്ട്. ദൈവാധീനം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഡാൻസ് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവരെന്നെ അത് പഠിപ്പിച്ചു. എൻ്റെ ഗുരുക്കന്മാരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് അന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇന്ന് ചുറ്റുപാട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ഈ കലയെ ഒരുപാട് ഒരു ബിസിനസ് ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ പഠിക്കാൻ പറ്റാതെ വരുന്ന കുറെ കുട്ടികളുണ്ട്. ആഗ്രഹം ഉണ്ടെങ്കിലും പഠിക്കാൻ സാധിക്കാതെ വരുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പോ അങ്ങനെയുള്ള പലരും എന്നോട് ചോദിക്കാറുണ്ട്, അങ്ങനെ എന്താ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു ഫീസ് ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാൻ പറ്റാതെ വരുന്ന കുട്ടികളെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തില്ല. അവരെ ഞാൻ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. കാരണം അങ്ങനെ ആ ഒരു കല ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും എന്താ പറയാ, അത് അടക്കി വെക്കാൻ പറ്റില്ല. അതിനുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവര് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും മുന്നോട്ട് വരാനും സാധിക്കും. പണ്ട് ഇങ്ങനെ ഡാൻസ് പഠിക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് ആണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അതുകൊണ്ടൊക്കെ എന്താവാനാണ്, വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാറുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായിട്ട് എന്താ പറയാ,
സൊസൈറ്റിയുടെ മുന്നില് അന്തസ്സോടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രൊഫഷനാണ്. അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം എൻ്റെ അടുത്ത് വരാവുന്നതാണ്. ഞാൻ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും.